ഹായ് ഗൈസ്, ദുബായിലെ പഴയകാല ഒരു ഫീച്ചറിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഒരു കാലത്ത് മൈലുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു മരുഭൂമിയായിരുന്നു ഇത്. നാടോടികളായ ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് ക്യാമ്പുകളിലൊക്കെ താമസിച്ചിരുന്നു. സ്വകാര്യ യാത്ര ചെയ്യുന്ന സമയത്ത് ഒട്ടകങ്ങളെയാണ് ഇവർ ആശ്രയിച്ചിരുന്നതും. 20-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്ത് എണ്ണ കണ്ടെത്തുന്നതുവരെ ഇതായിരുന്നു ഇവരുടെ ജീവിത രീതിയും. എന്നിരുന്നാലും പഴയ പെഡൂയൻ പാരമ്പര്യവും പൈതൃകവും സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു 80കളുടെ അവസാനത്തിലായിരുന്നു ഡിസേർട്ട് സഫാരി തുടങ്ങിയത്. വർഷങ്ങൾക്ക് ശേഷം പല മാറ്റങ്ങളും വരുത്തി. ഉദാഹരണത്തിന് ക്വാഡ് ബൈക്കിംഗ്, ഹോട്ട് എയർ ബലൂൺ, അങ്ങനെ പലതും. 33ാമത്തെ ക്യാമ്പാണിത്, യൂണിവേഴ്സൽ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട്. അതുപോലത്തെ ഒരുപാട് ഓരോരുത്തർക്കും ഓരോ ക്യാമ്പുകളാണ് ഉള്ളത്. ഇബ്രാഹിം ഭായ് എന്താ പറഞ്ഞാല് ഇബ്രാഹിം സലീം എന്ത് പറയുന്നു? എങ്ങനെ ഡിസേർട്ട് സഫാരിനെ കുറിച്ച് എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഉണ്ടാ? നല്ല പ്ലേസ് കാണാം, ഒരു എൻജോയ്മെന്റ് ചെയ്യാം. ഏകദേശം ഒരു ടൈമിംഗ് ആയി, ഒരു 6:30 മണി ആവുന്ന സമയത്ത് ഇവിടെ ഫുള്ളായിരിക്കും. ഇത് കണ്ടോ, 5:30 മണി കാലാവസ്ഥ ഇതിന്റെ കൂടെ തന്നെയാണ്, നമ്മുടെ പാക്കേജിന്റെ കൂടെയാണ്. പാക്കേജ് പല പല പാക്കേജാണ്, 40, 50, 100 അങ്ങനെ പല പല പാക്കേജാണ്. ഓഫർ ഉണ്ടാവും. നമ്മൾ റൈഡാണ് കാണുന്നത്. ഇത് കണ്ടോ, അവിടെ ക്യൂ ആണ്. ഇപ്പൊ സീസൺ ഇതായത് കൊണ്ട് ഭയങ്കര ക്യൂ ആണ്. ഈ ക്യൂവിൽ റൈഡിങ്ങിൽ പോകാൻ വേണ്ടിട്ട് ഇത് ലോങ് ടൈം ക്യാമൽ റൈഡ് 30 dirhams.